ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഇറ്റ്സ് മീ മിഷൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 12+ ഹവേഴ്സ് പഠിക്കാനാണ് വിചാരിക്കുന്നത്. പറ്റുമെന്നറിയില്ല, ബട്ട് എന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. 12+ ഹവേഴ്സ് ഇരുന്നിട്ടില്ലെങ്കിലും മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ 10 മണിയായിട്ടോ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നാളത്തേക്കുള്ള കുറച്ച് ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാണ്ടൊക്കെ കുറച്ച് പോർഷൻസൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്, കുറച്ച് ക്ലാസ്സസൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ട് തീർക്കാനുണ്ട്. സോ എനിക്ക് അബൌട്ട് ഒരു 3 ക്ലാസ്സസ് പെൻഡിങ് ആയിട്ടുണ്ട്. പിന്നെ നാളെയും പുതിയ 3 ക്ലാസ്സസ് വരും. ടോട്ടൽ 6 ക്ലാസ് നാളെ കാണാനുണ്ട് എനിക്ക്. ഇനി ഈ ഒരു ആപ്പിൻ്റെ പേരാണ് പോമോഫോം എന്ന് പറയുന്ന ആപ്പാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലാണ് എൻ്റെ ടു ഡു ലിസ്റ്റുകളും അതുപോലെ തന്നെ ഡെയിലി ടൈമേഴ്സൊക്കെ വെക്കാറ്. അപ്പോൾ ഇന്ന് എനിക്ക് അബൌട്ട് 1 2 3 4 5 6 7 ടു ഡു ലിസ്റ്റസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഓസിലേഷൻ ചാപ്റ്റർ പഠിക്കാനുണ്ട്, ക്ലാസ്സാണ്. അതുപോലെ റൊട്ടേഷൻ്റെ ക്ലാസ് ഉണ്ട്, വേവ്സിൻ്റെ ക്ലാസ് ഉണ്ട്, കെമിക്കൽ കോർഡിനേഷൻ, ബയോളജി ഉണ്ട്. അപ്പോൾ ഞാൻ ബയോളജി ക്ലാസ് കാണലില്ല. ഞാൻ ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കും, ക്വസ്റ്റ്യൻസ് ചെയ്യും, അത് മാത്രമേ ഉള്ളൂ. കാരണം ബയോളജി ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ബൈ ഹാർട്ട് ചെയ്യേണ്ട ടോപ്പിക്സാണ്. അതുപോലെ കോൺസെപ്റ്റും എനിക്ക് ക്ലിയർ ആണ് കുറേയൊക്കെ. അതുകൊണ്ട് ഞാൻ വെറുതെ ക്ലാസ് കണ്ട് സമയം കളയാണ്ട് ആ ടൈമിൽ ടെക്സ്റ്റ് ബുക്കും വായിക്കും, അതുപോലെ ക്വസ്റ്റ്യൻസും ചെയ്യും. പിന്നെ എനിക്ക് കെമിസ്ട്രി ഞാൻ അധികം ടെക്സ്റ്റാണ് വായിക്കൽ. ക്ലാസ്സും കാണും, ടെക്സ്റ്റും വായിക്കും, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഫിസിക്സ് ഞാൻ ടെക്സ്റ്റ് വായിക്കൽ കുറവാണ്. ഫിസിക്സിൽ ഞാൻ ക്ലാസ് കാണും, പിന്നെ നോട്ട്സ് ചെയ്തും ക്വസ്റ്റ്യൻസ് ചെയ്യും. അതാണ് ഇതുവരെ ചെയ്തു വന്നത്. ഇനി ടെക്സ്റ്റ് വായിക്കണം. സോ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നാളെ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 കാണാം. ഹലോ, അപ്പം മോർണിംഗ് 5:30 ആയിട്ടുണ്ട്. ഞാൻ ഒരു 4:30 എണീച്ച് പഠിച്ച് കഴിഞ്ഞ് 5:30 ആയിട്ട് ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചതിനും ബട്ട് അതൊന്നും നടന്നിട്ടില്ല. ഞാൻ 5:30 എണീച്ചത് തന്നെ. സോ നേരെ ഞാൻ ജിമ്മിലേക്ക് പോയി. സോ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ മാക്സിമം ഒരു 1 ഹവറിനുള്ളിൽ തന്നെ ഞാൻ ജിമ്മിൽ പോയിട്ട് വരാറുണ്ട്. ഞാനിപ്പം കാണുന്നത് ഓസിലേഷൻ്റെ ക്ലാസ്സാണ്. ഇതെനിക്ക് പെൻഡിങ് വന്നിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഞാനത് രാവിലെ തന്നെ അത് തീർക്കാമെന്ന് വിചാരിച്ചു. സോ ഓസിലേഷൻ്റെ ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. കെമിക്കൽ കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററാണ്. സോ ബയോളജിയാണ് ക്ലാസ് കാണലില്ല. ഞാൻ ചാപ്റ്റർ വായിച്ചിട്ട് തന്നെ പഠിക്കൽ. ചാപ്റ്റർ ഫുള്ള് വായിക്കും, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. അത്രയാണ് ബയോളജിയാണ് ചെയ്യൽ. പിന്നെ ഇത് ഹൈഡ്രോ കാർബൺസിൻ്റെ ക്ലാസ്സാണ്. ഞാൻ ബയോളജി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. പിന്നെ ഒരു ഓസിലേഷൻ്റെ വേറൊരു ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു, അതും കണ്ടു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് ഇപ്പോൾ ഒരു 4:30 സമയമായിട്ടുണ്ട്. ഇത് ഹൈഡ്രോ കാർബൺസിൻ്റെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ അത് കണ്ട് നോട്ട്സൊക്കെ എഴുതി അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ഇനി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സുകളെ വീഡിയോസ് മാത്രമേ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊന്നും ഇതിൽ ആഡ് ആക്കിയിട്ടില്ല, കാരണം നമുക്ക് സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ്. ആൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബയോളജി ഞാൻ ബ്രില്യൻറ്റിന് തന്നെ വർക്ക് ബുക്കും പിന്നെ സ്റ്റഡി മെറ്റീരിയലുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിസിക്സ് ഞാൻ നേരത്തെ കേട്ട ഓസിലേഷൻ്റെ ക്ലാസ് കേട്ട ഭാഗം വരെ ഞാൻ ബ്രില്യൻറ്റിൻ്റെ വർക്ക് ബുക്ക് ചെയ്ത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറച്ച് വേറെ ബുക്സൊക്കെ നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാനുണ്ട്. സോ ഇപ്പം ഹൈഡ്രോ കാർബൺസ് ഞാൻ ഇതുവരെ കേട്ട് ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഞാൻ ബ്രില്യൻറ്റിലെ തന്നെ വർക്ക് ബുക്കാണ് ഞാൻ ചൂസ് ചെയ്തത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല, ആകെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത്. അപ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് ടയേർഡ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്തി ബാക്കി നാളെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ റൊട്ടേഷനും ഹൈഡ്രോ കാർബൺ MCQ ഞാൻ ആകെ 10 ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. സോ അത് ഇതിൽ കൂട്ടേണ്ട വിചാരിച്ച്. സോ റൊട്ടേഷൻ്റെ ഒരു ക്ലാസ്സും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്ക്ലോഗ്സ് ഓൾമോസ്റ്റ് എൻ്റെ ഇത് ക്ലിയർ ആയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു കറക്റ്റ് ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് വേഗം തീർക്കാൻ നോക്കുക. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.